ഹായ് ഓൾ, ഈ ഒരാഴ്ച നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 5 കാർഡ്സാണ് എടുക്കുന്നത്. നമുക്കിവിടെ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ്. അതായത് ഇമോഷണലി നിങ്ങളുടെ എനർജി കുറച്ച് ഹൈ ആയിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു വീക്കിൽ. പൊതുവേ വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം ഹൈ എനർജി കാർഡ്സാണ്. അപ്പോൾ നിങ്ങൾ ഇമോഷണലി കുറച്ച് ഹൈ എനർജിയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ക്യൂൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട്. നിങ്ങൾ റിലേഷൻസിൻ്റെ കാര്യത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കണമെന്നാണ്. നിങ്ങൾ അവരോട് ബിഹേവ് ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നീട് നമുക്ക് പേജ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യണം. നിങ്ങൾ ചിന്തിക്കുന്നതൊന്ന് ശ്രദ്ധിക്കണം. റിലേഷൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രമേ ആക്ഷൻ എടുക്കാവൂ. റിസ്ക് എടുക്കാൻ പാടില്ല. അത് നിങ്ങളുടെ ബിഹേവിയർ കൊണ്ടായാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നീട് നമുക്ക് കാർഡ് വന്നത് ക്യൂൻ ഓഫ് സോർട്സ് ആണ്. മറ്റുള്ളവർ, അതായത് നിങ്ങളുടെ റിലേഷൻസിലുള്ളവർ നിങ്ങളോട് ദേഷ്യപ്പെട്ടോ അല്ലാതെയോ സംസാരിക്കുമ്പോൾ നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്നത് നല്ലതിനാണെന്ന് കൂടി നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ എടുത്തുചാടി ബിഹേവ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് ചിന്തിക്കണം അവരെന്തിനായിരിക്കും അത് പറയുന്നത് എന്ന്. പിന്നീട് നമുക്ക് ഫൂൾ കാർഡാണ് വന്നത്. മേജർ ആർക്കാന കാർഡാണ്. നിങ്ങളങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചില സമയത്ത് നമ്മൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ചുറ്റും നടക്കണമെന്നില്ല. അപ്പോൾ എന്ത് തന്നെ വന്നാലും നമ്മൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് നമ്മളുടെ ഈ വീക്കിൽ നമുക്കൊരു അഡ്വൈസായിട്ട് തരുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുമെന്നാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നമ്മളുടെ ചിന്തകളിലാകാം. അപ്പം ഈ ഒരു വീക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഇമോഷണൽ എനർജി ഹൈ ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് റിലേഷൻസിൽ ശ്രദ്ധിക്കണം.